വസ്തുതകൾ അറിയാതെയാണ് ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുണ്ടായി. LDF സർക്കാർ നിയമിച്ച അവർ നാമനിർദ്ദേശം ചെയ്ത വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള പോരായ്മകൾ, ഇറഗുലാരിറ്റീസ്, അതായത് നിങ്ങൾക്കറിയാം വഖഫ് ബോർഡിലേക്ക് ഓരോ മേഖലയിൽ നിന്നാണ് ആളുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് സ്കോളർ, മുത്തവല്ലി, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ഇങ്ങനെ വ്യത്യസ്ത കോട്ടകളിൽ നിന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ആ കോട്ടകളൊക്കെ തെറ്റിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പോരായ്മകൾ ആ നാമനിർദ്ദേശത്തിനുണ്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം പുതിയ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 4 ഹർജികളാണ് വന്നത്. ആ കേസും വഖഫ് ബോർഡിനെതിരെ 4 കേസുകൾ വന്നു, വ്യത്യസ്ത കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിൻ്റെ കേസ്, മറ്റൊന്ന് ഷിയ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ്, വേറെ ഒന്ന് ബോറ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന്, പിന്നെ മറ്റൊരു പൊതു താൽപ്പര്യ ഹർജി. ഗവൺമെൻറ് ഇതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ ഭാഗമായി AG എന്താ പറഞ്ഞത്? ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. വളരെ വസ്തുതാപരമായി സത്യസന്ധമായി പറഞ്ഞാൽ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ വഖഫ് ബോർഡിനെതിരെ ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. വഖഫ് ബോർഡ് റെഗുലറാക്കാൻ വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തോളാം. കോടതിയിലിരിക്കുന്ന കാര്യമാണ്. കോടതി പറഞ്ഞാൽ ഗവൺമെൻറ് അത് റെഗുലറൈസ് ചെയ്തോളാം. അതിന് അല്ലെങ്കിലും ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഇപ്പോൾ ഈ തെറ്റായ നാമനിർദ്ദേശങ്ങളെല്ലാം ഗവൺമെൻറ് വന്നാൽ വിത്ത് ദ പ്ലഷർ ഓഫ് ഗവൺമെൻറ്, ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരം അങ്ങനെയാണ്, ഗവൺമെൻറ്റിന് അതിലെ തെറ്റായ നാമനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ വേക്കൻസി വരുന്നതും, ഇപ്പോൾ MLA പ്രതിനിധി, വഖഫ് ബോർഡിൽ ഇടതുപക്ഷം വെച്ച MLA പ്രതിനിധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ പരാജയപ്പെട്ടു, ജയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ആ വേക്കൻസി അത് ഒഴിവാണ്. അതൊക്കെ നിലവിലുള്ള ഗവൺമെൻറ്റിന് നികത്താം. ഞങ്ങൾ ആ ഒരു പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കേസ് വന്നത്. അല്ല പറയട്ടെ. അപ്പോൾ കേസ് വന്നപ്പോൾ കേസിൻ്റെ തീരുമാനം വന്നോട്ടെ. കോടതിയിൽ ഇരിക്കുന്നൊരു കാര്യം ഞങ്ങൾ കയറി പെട്ടെന്ന് ഒരു പുതിയൊരു പുനഃസംഘടന വേണ്ട എന്നേ വെച്ചുള്ളൂ. അല്ലാതെ ഇതിൽ ഒരു ഒത്തുകളിയുടെയും പ്രശ്നമില്ല. പിന്നെ ഇടതുപക്ഷം വെച്ച ബോർഡിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് ഗവൺമെൻറ്റിന് ഉചിതമായ നിയമാനുസൃതമുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇതിലുള്ള ഈ നോൺ മുസ്ലിം ഇഷ്യൂ, അത് തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ടായി. ബാക്കി എല്ലായിടത്തും കുറേ സ്ഥലത്തൊക്കെ വെച്ചു. അത് വഖഫ് ഭേദഗതി നിയമത്തിൽ അതടക്കം വേറെ ചില വ്യവസ്ഥകളൊക്കെ നമ്മൾ എതിർത്തു. അത് വന്നു. ഇപ്പോൾ അതിനെതിരായ കേസ്, നിയമം നാട്ടിൽ പ്രാബല്യത്തിൽ വന്നു, അതിനെതിരായ കേസ് സുപ്രീം കോടതിയിലുണ്ട്. തമിഴ്നാടിൻ്റെ ഇഷ്യൂവും എനിക്ക് തോന്നുന്നു ഈ അടുത്ത ആഴ്ച തന്നെ അതിൽ സുപ്രീം കോടതി ആ കേസ് കേൾക്കാനിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ നോൺ മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ വഖഫ് ബോർഡ് കൊണ്ടുവന്നു. ഹൈക്കോടതി ആ വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തി, അതിനെ മരവിപ്പിച്ചു. അതിനെതിരെ കേസ് കൊടുത്തത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. സുപ്രീം കോടതി അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത പോസ്റ്റിങ്ങിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് 2 നോൺ മുസ്ലിം പേര് തരാനാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഈ കേസ് കൊണ്ടുപോയി വെക്കാൻ ഇപ്പോൾ ഇവരും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ പോകുന്ന വഖഫ് ബോർഡിൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് എന്താ? സുപ്രീം കോടതിയിൽ ഏതായാലും ഒരു കേസുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വെക്കണം. സുപ്രീം കോടതിയിലെ കേസ് എന്താ? സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാട് ഇഷ്യൂവിൽ അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് 2 പേര് തരാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ചിന്തിക്കുന്നത് പോലെ ആ കാര്യത്തിൽ ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് യഥാവിധി പുനഃസംഘടിപ്പിക്കാനുള്ള എല്ലാ അവകാശവും സർക്കാരിനുണ്ട്. അത് ആ രീതിയിൽ ന്യായമായി നിയമ വ്യവസ്ഥയ്ക്ക് വിധേയമായി
അത് ചെയ്യും. ഇപ്പൊ ഞങ്ങളത് പറയാത്തത് കോടതിയിലിരിക്കുന്ന കേസാണ്. കോടതി പറയട്ടെ. ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖഫ് നിയമ ഭേദഗതിയാണ്. അത് പാർലമെന്റ് ഓൾറെഡി പാസാക്കിയ നിയമമാണ്. പക്ഷേ അതിനോടുള്ള വിയോജിപ്പിൽ, കാരണം അതിനെതിരെ കേസുണ്ട്, ആ കേസ് തീർപ്പായിട്ടില്ല. നിയമം പാസ്സായിരുന്നു, കേസുണ്ട്. ആ കേസിൽ ചില കാര്യങ്ങൾ സ്ട്രക്ക് ഓഫ് ചെയ്തു. എന്നാൽ ഇക്കാര്യം സ്ട്രക്ക് ഓഫ് ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ സെക്ഷൻ 14 നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹർജി തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നത് സെക്ഷൻ 14 പ്രകാരമുള്ള മാൻഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാന്നാണ്. ആ മാൻഡേറ്റ് കോടതി പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ കോടതി പറയട്ടെ. കോടതിയല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ ഈ നോൺ മുസ്ലിം റെപ്രസെന്റേഷനെ കുറിച്ച് ഞങ്ങൾ അവിടെ AGO ഞങ്ങളോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമാണ്. ചില ആളുകൾ അത് ബോധ്യപ്പെട്ടില്ല എന്ന് നടിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പണ്ഡിതന്മാർക്കോ മതസംഘടനകൾക്കോ ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും.